ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ക്രിസ്മസും കടന്നുപോയി. ഞങ്ങളുടെ വീട്ടിലൊരു ചെറിയ ക്രിസ്മസ് ആഘോഷമുണ്ട്. ഈ വീഡിയോ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് വൈനൊക്കെ കുടിച്ച് ചെറിയ പാട്ടും കൂത്തും ബഹളമൊക്കെ ആയിട്ടാണ് ക്രിസ്മസ് ആഘോഷിച്ചത്. നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് ആഘോഷിച്ചത്? അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണണേ. അപ്പോൾ രാവിലെ ഫുള്ള് കുക്കിംഗ് ഒക്കെ ആയിരുന്നെങ്കിലും ഒരു ഉച്ചയായപ്പോൾ പണിയൊക്കെ ഒതുക്കിയിട്ട് ഞങ്ങളുടെ ഒരു കേക്കൊക്കെ കട്ട് ചെയ്തു. നമ്മുടെ ബർത്ത്ഡേക്കൊക്കെ കേക്ക് കട്ട് ചെയ്യുന്നില്ലേ, അപ്പോൾ ജീസസിൻ്റെ ബർത്ത്ഡേക്കും കേക്ക് കട്ട് ചെയ്യണ്ടേ. ഞങ്ങൾ പ്ലം കേക്കാണ് സാധാരണ കട്ട് ചെയ്യാറെങ്കിലും കുട്ടികൾക്ക് താല്പര്യം റെഡ് വെൽവെറ്റ് ആയതുകൊണ്ട് ഇത്തവണ ഒരു റെഡ് വെൽവെറ്റും കൂടെ കട്ട് ചെയ്തു. പിന്നെ പാട്ടൊക്കെ പാടി എല്ലാവരും കൂടെ എൻജോയ് ഒക്കെ ചെയ്താണ് കേക്ക് കട്ട് ചെയ്ത്. പിന്നെ കേക്കൊക്കെ ഷെയർ ചെയ്ത് എല്ലാവരും കൂടെ കഴിച്ച് പിന്നെ കൂടെ തന്നെ ഒരു ചിയേഴ്സ് അടിച്ചു. ഒരു ചിയേഴ്സൊക്കെ പറയാതെ എന്ത് ക്രിസ്മസ് അല്ലേ. ഞങ്ങളെ കുടിക്കുന്നത് ഹോം മെയ്ഡ് വൈനാണ് കേട്ടോ. ഈ വൈനിടുന്ന വീഡിയോ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. പക്ഷെ അത് ഊറ്റുന്ന വീഡിയോ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല, പെൻഡിങ് ആണ്. എന്നാൽ പുറകെ തന്നെ വരുന്നതായിരിക്കും. അങ്ങനെ എല്ലാവരും അത് എൻജോയ് ചെയ്തു. കണ്ടില്ലേ, കുഞ്ഞിക്കണ്ണനടക്കം കേക്കൊക്കെ എൻജോയ് ചെയ്ത് കഴിക്കുകയാണ്. പിന്നെ ഈ കാണുന്ന വടംവലിയൊന്നുമല്ല കേട്ടോ, ക്രിസ്മസിൻ്റെ ക്രാക്കേഴ്സ് പൊട്ടിച്ചാണ്. ഞാൻ വിചാരിച്ചു അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പൊട്ടിത്തെറിക്കാൻ കാണുന്നത്, പക്ഷെ ഒന്നുമില്ല. അതായി ഈ കാണുന്ന തൊപ്പി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി അടുത്ത ഫുഡ് അടി ടൈമാണല്ലോ, അതാണല്ലോ നമ്മുടെ മെയിൻ. നോയമ്പൊന്നും എടുത്തില്ലെങ്കിലും ചിക്കനും പോത്തും പന്നിയും പോട്ടിയും എന്ന് വേണ്ട എല്ലാവിധ നോൺ വെജ് ഐറ്റംസും നമ്മുടെ തീന്മേശയിൽ നിറയണമല്ലോ. മുഴുവനും ഞാനുണ്ടാക്കിയതല്ല കേട്ടോ, ഇതിലെല്ലാവരുടെയും പങ്കാളിത്തമുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഓരോരോ സെറ്റ് കഴിഞ്ഞ് അവരവരുടേതായ ഒരു കോർണറിൽ ഒതുങ്ങി എന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ സെറ്റിലായ സ്ഥിതിക്ക് അഡൾട്ട്സ് എല്ലാവരും കൂടെ തീന്മേശയിലും ഇരുന്നു. കാരണം നമുക്ക് സോറയൊക്കെ പറഞ്ഞ് പതുക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കഴിക്കുന്നതല്ലേ അതിൻ്റെ ഒരു രസം എന്ന് പറയുന്നത്. ഇതിപ്പോൾ കഴിക്കാൻ വേണ്ടി ജീവിക്കാൻ വേണ്ടി കഴിക്കുന്നതാണോ എന്നുള്ള ചെറിയ ഡൗട്ട് നമുക്ക് വരും കേട്ടോ. എന്താണെങ്കിലും വേണ്ടില്ല, ക്രിസ്മസ് ഒക്കെ അല്ലേ, നല്ല എൻജോയ് ചെയ്ത് കഴിക്കുക തന്നെ. അപ്പോൾ ഇതിനിടയിൽ കുട്ടികൾ പോയി അവരുടെ ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് നോക്കി. ഒരേപോലത്തെ ഡ്രസ്സൊക്കെ കിട്ടിയപ്പോൾ അവർ വലിയ ഹാപ്പി ആയി കേട്ടോ. ഇനിയിപ്പം ഊണൊക്കെ കഴിഞ്ഞാൽ കുറച്ച് റെസ്റ്റ് ആവാമല്ലേ. അപ്പോൾ പിന്നെ ചേട്ടന്മാർ ബുദ്ധിപരമായ കളികളിലേക്കൊക്കെ നീങ്ങി കുണുക്ക് വയ്ക്കുകയോ ഇറക്കുകയോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ ചിലർ കളിയൊക്കെ അറിയാവുന്ന ഭാഗത്തിൽ കൂടിയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആരാണെന്ന് ഞാൻ പറയുന്നില്ല, വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലായിക്കോളും. അപ്പോൾ അവരങ്ങനെ കളിയൊക്കെ ആയിട്ട് സെറ്റായപ്പോൾ ഇപ്പോൾ ആളുകൾ കൂടുമ്പോൾ ഉള്ള ഒരു ട്രെൻഡാണല്ലോ റീൽസ് എടുക്കാമെന്നുള്ളത്. പിന്നെ ഞങ്ങളായിട്ടത് കുറയ്ക്കുന്നതിനാ. അപ്പോൾ ഒരു റീൽസ് കൊടുത്തു. റീൽസിൻ്റെ വീഡിയോ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാൻ മറക്കല്ലേ. ഗേൾസ് അങ്ങനെ റീൽസൊക്കെ എടുത്ത് ഒരു സൈഡിൽ സെറ്റായപ്പോൾ ഇതാ വരുന്നു ബോയ്സ്. ആൻറ്റി ഇത്തവണ ഗെയിംസ് ഒന്നും ഇല്ലെന്ന് ചോദിച്ചു. സാധാരണ എല്ലാ കൊല്ലം ഞാൻ എന്തെങ്കിലും ഗെയിംസൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് കളിച്ച് കഴിയുമ്പോൾ അവർക്ക് ചെറിയ ഗിഫ്റ്റൊക്കെ കിട്ടും. അപ്പോൾ അത് നോക്കിക്കൊണ്ടുള്ള വരവാണ്. അപ്പോൾ പിന്നെ വിടാൻ പറ്റില്ലല്ലോ. ഓൺ ദ സ്പോട്ടിൽ ചില ഗെയിംസൊക്കെ അങ്ങോട്ട് ഇറക്കി വിട്ടു. അപ്പോൾ പിന്നെ അവരത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എല്ലാവരും കൂടെ കളിയും തുടങ്ങി. കുട്ടികളുടെ കളി കണ്ട് അതിൽ ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ചില അമ്മമാരും ഇറങ്ങി കളിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ സംഭവമൊക്കെ കളറായി കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ചേട്ടന്മാരുടെ ചീട്ടുകൾ കഴിഞ്ഞ് എല്ലാവരും കൂടെ ഡംഷറാച്ചിനിറങ്ങി. ഒരു സിനിമാ പേര് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള കഷ്ടപ്പാടാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും എല്ലാവരും ഒരു മൂലയ്ക്ക് ഒതുങ്ങിയായിട്ട് അവസാനം സത്യം പറഞ്ഞ ചെറിയ വാഗ്വാദത്തിലൊക്കെ ചെന്ന് പെട്ടു കേട്ടോ. അത് പിന്നെ പതിവാണല്ലോ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ പാട്ടുകാരൻ വന്നത്. പാവം രാവിലെ തൊട്ട് ഡ്യൂട്ടി ആയിരുന്നു, വൈകുന്നേരമായി എത്തിയപ്പോൾ. പക്ഷെ ആൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പരിപാടിയൊക്കെ കളറാണ്. പിന്നെ ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ആ പാട്ടും കൂത്തും ബഹളമൊക്കെ ആയിട്ട് ഒരു രസമായിരുന്നു. അപ്പോഴത്തേനും പിന്നെ ഫുൾ ക്രൗഡ് അങ്ങ് വൈകുന്നേരം ആയപ്പോഴത്തേനും ഓണായി. എല്ലാവരും കൂടെ ഡാൻസും ബഹളമൊക്കെ ആയിട്ട് അങ്ങനെ ഭയങ്കര സന്തോഷമുള്ളൊരു ക്രിസ്മസ് ആയിരുന്നത്. എല്ലാവരും കൂടെ കൂടി ഒരു എൻജോയ്മെൻ്റ് എന്ന് പറയുന്ന ഒരു രസം തന്നെയാണല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഞങ്ങളിങ്ങനെയൊക്കെയാണ് ആഘോഷിക്കാറ്. നിങ്ങളിങ്ങനെയൊക്കെ തന്നെയാണെന്ന് വിചാരിക്കുന്നു.